ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ കേരള പാഠാവലിയിലെ യൂണിറ്റ് 5 ആയിട്ടുള്ള ഉണർന്നു വരാം എന്നതിലെ 2ാമത്തെ പാഠഭാഗമാണ് കേട്ടോ. ആദ്യ പാഠങ്ങൾ എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ഇതിലെ ആദ്യ ലെസൺ ചെമ്പകപ്പൂവ് എന്നുള്ള പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാർ STD6 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ആദ്യ പാഠങ്ങൾ എന്നുള്ള പാഠവും അതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളുമാണ് കേട്ടോ ചെയ്ത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ചെമ്പകപ്പൂവ് എന്ന കവിതയിൽ തളിരും പൂവും നിഴലും വെളിച്ചവുമെല്ലാം പരന്നു കിടപ്പുണ്ട്. എന്നാൽ ഈ അനുഭവ ലോകത്തേക്ക് എത്താൻ കഴിയാത്തവരുമില്ലേ? അതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അവരെ കുറിച്ചാണ്, അത്തരം ഒരാളെ കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ നോക്കുന്നത്. ആദ്യ പാഠങ്ങൾ. ഡെയ്സികളും ബട്ടർ കപ്പ് ചെടികളും മറ്റും പൂത്ത കാലത്ത് മിസ് സള്ളിവൻ എന്റെ കൈപിടിച്ചുകൊണ്ട് പാടത്തേക്ക് പോയി. ടെന്നസി നദീതീരത്ത് കർഷകർ വിത്തിറക്കിയ ഭൂമി പാകപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവിടുത്തെ സമൃദ്ധമായ പുൽപ്പരപ്പിലിരുന്ന് പ്രകൃതിയുടെ നന്മയെക്കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ ഞാൻ പഠിച്ചു. ഓരോ ചെടിയും ഭൂമിയിൽ നിന്ന് പൊട്ടിമുളയ്ക്കാനായി സൂര്യനും മഴയും എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നും പക്ഷികൾ കൂടുണ്ടാക്കുന്നതും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുന്നതും എങ്ങനെയെന്നും ഞാൻ മനസ്സിലാക്കി. അണ്ണാനും മാനും സിംഹവും മറ്റു മൃഗങ്ങളും ആഹാരം കണ്ടെത്തുന്നതും താമസിക്കുന്നതും എങ്ങനെയെന്നും എനിക്കറിയാൻ കഴിഞ്ഞു. വസിക്കുന്ന ലോകത്തെക്കുറിച്ച് അറിഞ്ഞ് ഞാൻ സന്തോഷവതിയായി. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് വിവരിക്കാൻ എനിക്കായി. സുഗന്ധപൂരിതമായ കാടുകളുടെ ഭംഗിയെക്കുറിച്ച് മിസ് സള്ളിവൻ എന്നെ പഠിപ്പിച്ചു. ഓരോ പുല്ലിന്റെയും ഇല തൊട്ട് എന്റെ കൊച്ചനിയത്തിയുടെ കയ്യിലുള്ള വരകളും തുണക്കുഴികളും വരെ ടീച്ചർ എനിക്ക് വിവരിച്ചു തന്നു. പക്ഷികളും പൂക്കളും ഞാനും എല്ലാം തുല്യ സന്തോഷത്തോടെ കഴിയേണ്ടവരാണ് എന്ന ചിന്ത എന്നിലുളവാക്കി. പ്രകൃതി എല്ലായ്പ്പോഴും കനിവാർന്നവളല്ലെന്ന് ഇതേ സമയം തന്നെ ഒരനുഭവം എന്നെ പഠിപ്പിച്ചു. ഒരു ദിവസത്തെ നീണ്ട നടത്തത്തിനു ശേഷം ഞാനും ടീച്ചറും തിരിച്ചു വരികയായിരുന്നു. വിശ്രമിക്കാനായി വഴിയരികിൽ കണ്ട മരച്ചുവടുകളിൽ 1-2 തവണ ഞങ്ങൾ ഇരിക്കുകയുണ്ടായി. വീട്ടിൽ നിന്ന് അല്പം അകലെയായുള്ള ഒരു വലിയ ചെറിമരത്തിന്റെ ചുവട്ടിലാണ് അവസാനം ഞങ്ങൾ ഇരുന്നത്. കനത്ത ശിഖരങ്ങളുള്ള മരത്തിൽ കയറാൻ വളരെ എളുപ്പമായിരുന്നു. ടീച്ചറുടെ സഹായത്തോടെ അതിന്റെ ശിഖരത്തിലേക്ക് അള്ളിപ്പിടിച്ചു കയറിയിരിക്കാൻ എനിക്ക് കഴിഞ്ഞു. നല്ല തണുത്ത അന്തരീക്ഷമായതിനാൽ ഉച്ചഭക്ഷണം അവിടെയാകാമെന്ന് ടീച്ചർ നിർദ്ദേശിച്ചു. വീട്ടിൽ പോയി ടീച്ചർ ഭക്ഷണം എടുത്തു കൊണ്ടുവരും വരെ ഞാൻ അവിടെ അടങ്ങിയിരുന്നു കൊള്ളാമെന്ന് വാക്കുകൊടുത്തു. എന്നാൽ പെട്ടെന്നാണ് ആ മരത്തിനൊരു മാറ്റം സംഭവിച്ചത്. അന്തരീക്ഷത്തിലെ സൂര്യന്റെ ചൂട് കുറഞ്ഞു. ആകാശം കറുക്കുകയാണെന്ന് മനസ്സിലായി. വെളിച്ചമെന്ന് കരുതിയ ചൂട് അന്തരീക്ഷത്തിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞിരുന്നു. ഭൂമിയിൽ നിന്നൊരു പ്രത്യേക തരം ഗന്ധം ഉയർന്നു വരാൻ തുടങ്ങി. കൊടുങ്കാറ്റിനു മുൻപുള്ള ഗന്ധമാണ് അതെന്ന് എനിക്കറിയാമായിരുന്നു. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഭയം എന്നെ പിടികൂടി. കൂട്ടുകാരിൽ നിന്ന് തന്നെയല്ല, ഭൂമിയിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടവളായെന്ന് എനിക്ക് തോന്നി. എങ്കിലും പ്രതീക്ഷയോടെ ഞാൻ അനങ്ങാതെ ഇരുന്നു. ടീച്ചർ മടങ്ങിവെന്ന് എത്രയും വേഗം മരത്തിൽ നിന്ന് ഇറങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപകടകരമായ ഒരു നിശബ്ദത അവിടെ നിറഞ്ഞു. ഇലകളെല്ലാം അതിശക്തമായി ഇളകാൻ തുടങ്ങി. മരം ആകെ തന്നെ കുലുങ്ങാൻ തുടങ്ങി. എന്നെ താഴേക്ക് എറിയത്തക്കവണ്ണം ഒരു കാറ്റ് ആഞ്ഞു വീശി. ശിഖരത്തിൽ അള്ളിപ്പിടിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ താഴെ വീണു പോകുമായിരുന്നു. മരമാകെ ആടിയുലഞ്ഞു. താഴേക്ക് ചാടിയാലോ എന്ന ചിന്ത എന്നിലുണ്ടായി. എന്നാൽ കനത്ത ഭയം എന്നെ അതിൽ നിന്ന് തടഞ്ഞു. മരത്തിന്റെ കവട്ടയിൽ ഞാൻ കമിഴ്ന്നു കിടന്നു. എന്റെ ശരീരത്തെ തഴുകിക്കൊണ്ട് ചെറിയ ചില്ലകൾ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കനത്ത ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞു. ഞാനും മരവും ഒരുമിച്ച് നിലം പൊത്തുമോ എന്ന് ഭയന്നു. ആ സമയം ടീച്ചർ വന്നു. കൈപിടിച്ച് താഴെ ഇറങ്ങാൻ എന്നെ സഹായിച്ചു. അവരെ അള്ളിപ്പിടിച്ച് കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചു നിന്നപ്പോൾ ഞാൻ ആനന്ദം കൊണ്ട് മതിമറന്നുപോയി. വീടിന് പുറത്തുള്ള സൂര്യപ്രകാശം അടിക്കുന്ന ചെറിയ തോട്ടങ്ങളിലാണ് ഞങ്ങൾ വായനയും പഠനവുമൊക്കെ നടത്തിയിരുന്നത്. മൂളുന്നതും മുരളുന്നതും പാടുന്നതുമായ ചീവീടും തവളകളും കോഴിക്കുഞ്ഞുങ്ങളും വിരിയുന്ന പൂക്കളും വിത്തുകളും ചെടികളുമെല്ലാം ഞാൻ കയ്യിലെടുത്ത് പരിശോധിച്ചിരുന്നു. മുള പൊട്ടുന്ന ഉന്നക്കായകളും അവയുടെ നനുത്ത പഞ്ഞിനാരുകളും മൃദുവായ വിത്തുകളും ഞാൻ സ്പർശിച്ചറിഞ്ഞു. ചോളക്കതിരുകൾക്കിടയിലൂടെ കടന്നുവരുന്ന കാറ്റിന്റെ സീൽക്കാരവും അവയുടെ നീണ്ട ഇലകൾ ഉണ്ടാക്കുന്ന മർമരവും ഞാൻ അനുഭവിച്ചറിഞ്ഞു. പുൽപ്പരപ്പിൽ വച്ച് എന്റെ കുതിരക്കുട്ടിയെ പിടിച്ച് അതിന്റെ വായിൽ അല്പം പുല്ല് തിരുകുമ്പോൾ ചീറുന്ന ശബ്ദവും ഞാൻ അറിഞ്ഞു. അവന്റെ ശ്വാസത്തിന്റെ ആസ്വാദ്യമായ ഗന്ധം ഞാൻ ശരിക്കും ഓർക്കുന്നു. ചിലപ്പോൾ പ്രഭാതത്തിൽ ഞാൻ പൂക്കളിലും ഇലകളിലും മറ്റും കനത്ത മഞ്ഞു വീണു കിടക്കുന്ന തോട്ടത്തിലേക്ക് പതുക്കെ ചെല്ലും. മൃദുവായി എന്റെ കൈകളിൽ അമർത്തുന്ന റോസാപ്പൂക്കളും രാവിലത്തെ ഇളങ്കാറ്റിൽ ഇളകിയാടുന്ന ലില്ലിപ്പൂക്കളും മറ്റും എത്രമാത്രം സന്തോഷകരമാണ്. ഞാൻ പറിച്ചെടുക്കുന്ന പൂവിൽ ഒരു പ്രാണിയുണ്ടെന്ന് വരാം. പെട്ടെന്നുള്ള ഭയത്തിൽ വിറയ്ക്കുന്ന അതിന്റെ ചിറകുകളുടെ തളർന്ന അനക്കത്തിലൂടെ ഞാൻ അത് തിരിച്ചറിഞ്ഞിരുന്നു.
ജൂലൈ മാസത്തിൽ വിളഞ്ഞു പഴുക്കുന്ന പഴങ്ങളുള്ള കായ്ക്കനിത്തോട്ടമാണ് ഞാൻ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്ന മറ്റൊരു സ്ഥലം. വലിയ പദം വന്ന പീച്ചു പഴങ്ങൾ എന്റെ കൈകൾക്കെത്തുമായിരുന്നു. മന്ദമാരുതൻ വീശുമ്പോൾ ആപ്പിൾ പഴങ്ങൾ എന്റെ കാൽച്ചുവട്ടിൽ വന്ന് വീഴുമായിരുന്നു. ആ പഴങ്ങളെല്ലാം പെറുക്കി എന്റെ മേൽക്കുപ്പായത്തിൽ സമാഹരിക്കുമ്പോഴും സൂര്യപ്രകാശത്തിൽ ഇളം ചൂടേറ്റ് നിൽക്കുന്ന ആപ്പിളിന്റെ തുടുത്ത കവിളിൽ മുഖമമർത്തുമ്പോഴും പിന്നെ വീട്ടിലേക്ക് കുതിക്കുമ്പോഴും ഒക്കെ അനുഭവിച്ചിരുന്ന സന്തോഷം എത്രമാത്രമായിരുന്നു എന്ന് പറഞ്ഞറിയിക്കാനാവില്ല. ടെന്നസി നദിക്കരയിൽ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന തടി കൊണ്ടുള്ള ഒരു പാലമുണ്ടായിരുന്നു. തകടന്നടിഞ്ഞുകൊണ്ടിരുന്ന ആ പാലമുള്ളിടം നടത്തത്തിന് ഞങ്ങൾക്ക് പ്രിയങ്കരമായ സ്ഥലമായിരുന്നു. മണിക്കൂറുകൾ ഞങ്ങൾ അവിടെ ചെലവിട്ടു. അവിടെ വെച്ച് ഭൂമിശാസ്ത്രം കളികളിലൂടെ പഠിച്ചു. ചെറുകല്ലുകൾ കൊണ്ട് ഞാൻ ഡാമുകളും ദ്വീപുകളും തടാകങ്ങളും നദീതീരങ്ങളും ഉണ്ടാക്കി. പഠിക്കുകയാണെന്ന് യാതൊരു ചിന്തയുമില്ലാതെ തമാശയ്ക്കായി ചെയ്ത അതെല്ലാം പഠനത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഉരുണ്ട വലിയ ഭൂമിയെക്കുറിച്ചും അതിലെ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ചും തകർന്നടിഞ്ഞ പട്ടണങ്ങളെക്കുറിച്ചും ചലിക്കുന്ന മഞ്ഞു നദിയെക്കുറിച്ചും വിചിത്രമായ മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും മിസ് സള്ളിവൻ വിവരിക്കുന്നത് വളരെ അത്ഭുതത്തോടെ ഞാൻ കേട്ടിരുന്നു. മണ്ണിൽ അവരുണ്ടാക്കിയ ഭൂപടങ്ങളിലെ പർവ്വതങ്ങളും നദികളും താഴ്വാരങ്ങളും മറ്റും എനിക്ക് തൊട്ടറിയാൻ കഴിഞ്ഞിരുന്നു. ജനലിനരികിൽ ചെടികൾ നിറച്ചു വച്ചിരുന്ന ഒരു സ്ഫടിക പാത്രത്തിൽ 11 വാൽമാക്രികൾ ഉണ്ടായിരുന്നു. എന്റെ വിരലുകൾ ആ പാത്രത്തിലേക്കിടുമ്പോൾ വാൽമാക്രികൾ തുള്ളിക്കളിക്കുന്നതും വിരലുകൾക്കിടയിലൂടെ നീന്തുന്നതുമൊക്കെ എനിക്ക് രസകരമായി അനുഭവപ്പെട്ടു. ഒരു ദിവസം അതിലൊരു വൻ ആ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി തറയിൽ വീണു. അത് ചത്തുവെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. വാൽ ഒന്നനക്കുന്നത് മാത്രമാണ് ജീവൻ ഉണ്ടെന്നതിന്റെ തെളിവായി അവനിൽ അവശേഷിച്ചിരുന്നത്. എന്നാൽ എങ്ങനെയോ അവൻ പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്ക് തിരിച്ചു ചാടി ആഹ്ലാദത്തോടെ നീന്തി തുടിക്കാൻ തുടങ്ങി. അവന്റേതായ ഒരു കുതിപ്പ് നടത്തി വലിയ ലോകം കണ്ടതിനു ശേഷം മനോഹരമായ സ്ഫടികഗ്രഹത്തിൽ സംതൃപ്തിയോടെ മടങ്ങിയെത്തി ഒരു തവളയാവുക എന്ന അന്തസ് നേടി. പിന്നെ തോട്ടത്തിന്റെ അങ്ങേയറ്റത്തെ ഇലകൾ നിറഞ്ഞ തടാകത്തിലേക്ക് നീങ്ങി അവിടെ തന്റെ വിചിത്രമായ ഗാനങ്ങൾ ഉതിർത്തുകൊണ്ട് വേനൽക്കാല രാത്രികൾ സംഗീത സാന്ദ്രമാക്കി. അപ്പോൾ ഇത് ഹെലൻ കെല്ലറുടെ ജീവിത കഥയാണ്. ഹെലൻ കെല്ലർ ആരാന്നറിയാലോ? അമേരിക്കൻ എഴുത്തുകാരിയും ഒരു സാമൂഹ്യ പ്രവർത്തകയുമായിരുന്നു. അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് കാഴ്ചയില്ല, കേൾവിയില്ല, സംസാരിക്കാനും കഴിയില്ല. ഇത്രയേറെ പരിമിതികൾ ഉണ്ടായിട്ടും ഒരാള് ഈ ലോകം കീഴടക്കണമെങ്കിൽ, മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കണമെങ്കിൽ അവരെത്രമാത്രം അധ്വാനിച്ചിട്ടുണ്ടായിരിക്കും, കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ആഞ്ഞുറപ്പിക്കാം. പാഠഭാഗത്ത് നിന്നെടുത്ത് ചേർത്ത ഏതാനും വാക്യങ്ങൾ ഇടാം. വസിക്കുന്ന ലോകത്തെ കുറിച്ച് അറിഞ്ഞ ഞാൻ സന്തോഷവതിയായി. ഏതാണ് ആ വാക്യം? ഏതാണ്? എവിടെയാണ് വരുന്നത്? ഹെലന് കാഴ്ചയും കേൾവിയും ഇല്ലായിരുന്നെങ്കിലും അവളെ പരിസരജ്ഞാനത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ ടീച്ചറുടെ സഹായം അവളെ സന്തോഷവതിയാക്കി. പ്രകൃതിയെയും ലോകത്തെയും അറിയാവുന്നതിന്റെ ആനന്ദം അനുഭവിച്ചിരിക്കുകയാണ് അവൾ. ചെടി മുളയ്ക്കുന്നതിനായി സൂര്യനും മഴയും എങ്ങനെയാണ് സഹായിക്കുന്നതെന്നും പക്ഷികൾ കൂടുണ്ടാക്കുന്നത് എങ്ങനെയെന്നും പക്ഷികളുടെ ദേശാടനവും മൃഗങ്ങൾ ആഹാരം കണ്ടെത്തുന്നത് എങ്ങനെയെന്നുമുള്ള അറിവുകൾ ഹെലൻ കെല്ലർ നേടി. ഈ ഒരു സന്ദർഭത്തെയാണ് നമുക്ക് തന്നിരിക്കുന്ന വാക്യം സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തേത് നോക്കൂ. പക്ഷികളും പൂക്കളും ഞാനും എല്ലാം തുല്യ സന്തോഷത്തോടെ കഴിയേണ്ടവരാണ് എന്ന ചിന്ത എന്നിൽ ഉളവാക്കി. ഹെലൻ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ പ്രിയപ്പെട്ടവയായി കണക്കാക്കി. അവളുടെ ശ്രദ്ധ, സ്നേഹം തുടങ്ങിയവയെല്ലാം അവയെ തുല്യമായി പരിഗണിച്ചിരുന്നു എന്ന് കാണിക്കുന്നു. 3. പ്രകൃതി എല്ലായ്പ്പോഴും കനിവാർന്നവളല്ലെന്ന് ഇതേ സമയം തന്നെ ഒരനുഭവം എന്നെ പഠിപ്പിച്ചു. ഒരിക്കൽ നടത്തത്തിനിടയിൽ വിശ്രമിക്കാനായി ഒരു വലിയ ചെറിമരത്തിന്റെ ചുവട്ടിലിരുന്നു. ടീച്ചറുടെ സഹായത്തോടെ ഹെലൻ ആ മരത്തിന്റെ ശിഖരത്തിൽ കയറിയിരുന്നു. ഉച്ചഭക്ഷണം എടുക്കുന്നതിനായി ടീച്ചർ വീട്ടിലേക്ക് പോയി. ഈ സമയം അന്തരീക്ഷം ആകെ കലുഷിതമായി. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ഹെലൻ തീർത്തും ഒറ്റപ്പെട്ടു പോയി. അവൾ ആകെ ഭയന്നു. മരത്തിന്റെ ശിഖരത്തിൽ അവൾ മുറുകെ പിടിച്ചിരുന്നു. പെട്ടെന്ന് ടീച്ചർ വന്ന് കൈപിടിച്ച് താഴെ ഇറങ്ങാൻ സഹായിച്ചു. അവരെ അള്ളിപ്പിടിച്ച് കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചു നിന്നപ്പോൾ അവൾ ആനന്ദം കൊണ്ട് മതിമറന്നു. 4. കൂട്ടുകാരിൽ നിന്ന് തന്നെയല്ല, ഭൂമിയിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടവളായെന്ന് എനിക്ക് തോന്നി. ഒരിക്കൽ നടത്തത്തിനിടയിൽ വിശ്രമിക്കാനായി ഒരു വലിയ ചെറുമരത്തിന്റെ ചുവട്ടിലിരുന്നു. ടീച്ചറുടെ സഹായത്തോടെ ഹെലൻ ആ മരത്തിന്റെ ശിഖരത്തിൽ കയറിയിരുന്നു. ഉച്ചഭക്ഷണം എടുക്കുന്നതിനായി ടീച്ചർ വീട്ടിലേക്ക് പോയി. ഈ സമയം അന്തരീക്ഷം ആകെ കലുഷിതമായി. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ഹെലൻ തീർത്തും ഒറ്റപ്പെട്ടു പോയി. അവൾ ആകെ ഭയന്നു. മരം ആകെ കുലുങ്ങാൻ തുടങ്ങി. മരത്തിന്റെ ശിഖരത്തിൽ അവൾ മുറുകെ പിടിച്ചിരുന്നു. ഈ സമയത്താണ് കൂട്ടുകാരിൽ നിന്ന് തന്നെയല്ല, ഭൂമിയിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടവളായെന്ന് അവൾക്ക് തോന്നിയത്. 5. കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചു നിന്നപ്പോൾ ഞാൻ ആനന്ദം കൊണ്ട് മതിമറന്നുപോയി. അതിനും ഇതേ ഉത്തരം തന്നെയാണ് വരുന്നത്. ഒരിക്കൽ നടത്തത്തിനിടയിൽ വിശ്രമിക്കാനായി ഒരു വലിയ ചെറുമരത്തിന്റെ ചുവട്ടിലിരുന്നു. ടീച്ചറുടെ സഹായത്തോടെ ഹെലൻ ആ മരത്തിന്റെ ശിഖരത്തിൽ കയറിയിരുന്നു.
ഉച്ചഭക്ഷണം എടുക്കുന്നതിനായി ടീച്ചർ വീട്ടിലേക്ക് പോയി. ഈ സമയം അന്തരീക്ഷം ആകെ കലുഷിതമായി. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ഹെലൻ തീർത്തും ഒറ്റപ്പെട്ടു പോയി. അവൾ ആകെ ഭയന്നു. മരത്തിന്റെ ശിഖരത്തിൽ അവൾ മുറുകെ പിടിച്ചിരുന്നു. പെട്ടെന്ന് ടീച്ചർ വന്ന് കൈപിടിച്ച് താഴെ ഇറങ്ങാൻ സഹായിച്ചു. അവരെ അള്ളിപ്പിടിച്ച് കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചു നിന്നപ്പോൾ അവൾ ആനന്ദം കൊണ്ട് മതിമറന്നു. 6. അതെല്ലാം പഠനത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ടെന്നസി നദിക്കരയിൽ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന തടി കൊണ്ടുള്ള ഒരു പാലമുണ്ടായിരുന്നു. തകർന്നടിഞ്ഞുകൊണ്ടിരുന്ന ആ പാലമുള്ളിടം നടത്തത്തിന് പ്രിയങ്കരമായ സ്ഥലമായിരുന്നു. മണിക്കൂറുകൾ ഹെലൻ അവിടെ ചെലവിട്ടു. അവിടെ വെച്ച് ഭൂമിശാസ്ത്രം കളികളിലൂടെ പഠിച്ചു. ചെറുകല്ലുകൾ കൊണ്ട് ഡാമുകളും ദ്വീപുകളും തടാകങ്ങളും നദീതീരങ്ങളും ഉണ്ടാക്കി. പഠിക്കുകയാണെന്ന് യാതൊരു ചിന്തയുമില്ലാതെ തമാശയ്ക്കായി ചെയ്ത അതെല്ലാം പഠനത്തിന്റെ ഭാഗമാണെന്ന് ഹെലൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. 7. ഒരു കുതിപ്പ് നടത്തി വലിയ ലോകം കണ്ടതിനു ശേഷം മനോഹരമായ സ്ഫടിക വിഗ്രഹത്തിൽ സംതൃപ്തിയോടെ മടങ്ങിയെത്തി. ഹെലന്റെ ജനലിനരികിൽ ചെടികൾ നിറച്ചു വച്ചിരുന്ന ഒരു സ്ഫടിക പാത്രത്തിൽ 11 വാൽമാക്രികൾ ഉണ്ടായിരുന്നു. തന്റെ വിരലുകൾ കൊണ്ട് അവയെ സ്പർശിച്ച് അവയുടെ ചലനങ്ങളെ അവൾ അടുത്തറിയുമായിരുന്നു. ഒരിക്കൽ അതിൽ നിന്നും ഒരു മാക്രി ചാടി തറയിൽ വീണു. അത് ചത്തു എന്നാണ് ഹെലൻ വിചാരിച്ചത്. ജീവനുണ്ട് എന്നതിന് തെളിവായി വാലനക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ എങ്ങനെയൊക്കെയോ ആ മാക്രി പാത്രത്തിലേക്ക് തിരിച്ചു ചാടി ആഹ്ലാദത്തോടെ നീന്തി തുടിക്കാൻ തുടങ്ങി. ഈ സംഭവത്തെയാണ് ഹെലൻ വിവരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. കണ്ടെത്താം, എഴുതാം. നീ എടുക്കുന്നു, നോക്കുന്നു, സസ്മിതം, നീ അവയെ തൊടുന്നു, തലോടുന്നു. ബാലാമണിയമ്മയുടെ കളിക്കൊട്ട എന്ന കവിതയിൽ നിന്നുള്ള 2 വരികളാണ്. ഈ കവിതാ ഭാഗത്തിൽ സൂചിപ്പിച്ച ആശയം ഹെലൻ കെല്ലറുടെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ പരിചയപ്പെട്ടു. അവ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതൂ. എന്താണ് വരികളുടെ ആശയം നോക്കൂ. നീ എടുക്കുന്നു, നോക്കുന്നു, സസ്മിതം, നീ അവയെ തൊടുന്നു, തലോടുന്നു. എന്തെങ്കിലും ഒരു വസ്തു അല്ലെ എടുക്കുന്നു, അതിനെ നോക്കുന്നു, പിന്നെ സൗമ്യമായിട്ട് അതിനെ തൊടുന്നു, തലോടുന്നു. അപ്പോൾ കാഴ്ചയിലൂടെ സ്പർശനത്തിലൂടെ ഒക്കെ ഒരു വസ്തുവിനെ അറിയുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചുറ്റുമുള്ളവയെ നോക്കിയും തൊട്ടും തലോടിയും അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളെയാണ് കവി ഈ വരികളിൽ വർണ്ണിച്ചിരിക്കുന്നത്. സമാനമായ ആശയം വരുന്ന ഹെലൻ കെല്ലറുടെ അനുഭവങ്ങൾ നമുക്ക് നോക്കാം. ഓരോ പുല്ലിന്റെയും ഇല തൊട്ട് കൊച്ചനിയുത്തിയുടെ കയ്യിലുള്ള വരകളും നുണക്കുഴികളും വരെ ടീച്ചർ വിവരിച്ചു കൊടുത്തു. മൂളുന്നതും ഉരുളുന്നതും പാടുന്നതുമായ ചീവീടും തവളകളും കോഴിക്കുഞ്ഞുങ്ങളും വിരിയുന്ന പൂക്കളും വിത്തുകളും ചെടികളും എല്ലാം കയ്യിലെടുത്ത് പരിശോധിച്ചു. മുള പൊട്ടുന്ന ഉന്നക്കായകളും അവയുടെ തണുത്ത പഞ്ഞിനാരുകളും മൃദുവായ വിത്തുകളും സ്പർശിച്ചറിഞ്ഞു. ചോളക്കതിരുകൾക്കിടയിലൂടെ കടന്നു വരുന്ന കാറ്റിന്റെ സീൽക്കാരവും അവയുടെ നീണ്ട ഇലകൾ ഉണ്ടാക്കുന്ന മർമ്മരവും അനുഭവിച്ചറിഞ്ഞു. പുൽപ്പരപ്പിൽ വെച്ച് കുതിരക്കുട്ടിയെ പിടിച്ച് അതിന്റെ വായിൽ പുല്ല് തിരുകുമ്പോൾ ചീറുന്ന ശബ്ദമറിഞ്ഞു. മഞ്ഞു വീണ് കിടക്കുന്ന തോട്ടത്തിൽ ചെന്ന് പൂക്കളെ തലോടുകയും അവയിലിരിക്കുന്ന പ്രാണികളെ സ്പർശിച്ചറിയുകയും ചെയ്തു. ജൂലൈ മാസത്തിൽ വിളഞ്ഞു പഴുക്കുന്ന പഴങ്ങളുള്ള കായ്ക്കനിത്തോട്ടത്തിൽ പോയി പദം വന്ന പീച്ചു പഴങ്ങൾ പറിച്ചെടുക്കുന്നു. സ്ഫടികപാത്രത്തിലെ മീനുകൾ കൈകൊണ്ട് സ്പർശിച്ച് അവയുടെ ചലനങ്ങൾ അറിയുന്നു. ഇതെല്ലാം ചുറ്റുമുള്ള കാര്യങ്ങളെ ഹെലൻ കെല്ലർ തൊട്ടും സ്പർശിച്ചും തലോടിയും ഒക്കെ മനസ്സിലാക്കിയ അനുഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം. പ്രകൃതിയെ അടുത്തറിയുമ്പോൾ. തൊട്ടും മണത്തും പ്രകൃതിയെ അടുത്തറിഞ്ഞവളാണ് ഹെലൻ കെല്ലർ. ഈ പ്രസ്താവന പാഠഭാഗത്തിൽ നിന്ന് ലഭിച്ച ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കൂ. ചുറ്റുമുള്ള വസ്തുക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവയെ ഉൾക്കൊണ്ടും അനുഭവിച്ചും ഈ ഭൂമിയുടെ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കുകയുമാണ് ഹെലൻ കെല്ലർ ചെയ്തത്. കാഴ്ചയും കേൾവിയും ഉള്ളവർ കാണാതെയും അറിയാതെയും പോകുന്നത് പോലും ഹെലൻ ആസ്വദിച്ചറിഞ്ഞു. സ്പർശം കൊണ്ടാണ് ഹെലൻ ഇതെല്ലാം അനുഭവിച്ചറിയുന്നത്. കോഴിക്കുഞ്ഞുങ്ങളും വിത്തുകളും വിരിയുന്ന പൂക്കളും ചെടികളും എല്ലാം ഹെലൻ കയ്യിലെടുത്ത് പരിശോധിച്ചു. പുതിയ മുളകളും മൃദുവായ വിത്തുകളും സ്പർശിച്ചറിഞ്ഞു. ചുറ്റുമുള്ളതിനെയെല്ലാം തലോടിയും ആസ്വദിച്ചും അവർ തന്റെ പരിമിതികളെല്ലാം ഇല്ലാതാക്കി. വിളഞ്ഞു പഴുക്കുന്ന പഴങ്ങളും പൂക്കളിൽ വന്നിരിക്കുന്ന പ്രാണികളെയും എല്ലാം അവൾ തിരിച്ചറിഞ്ഞു. തന്റെ ജനലിനരികിൽ ചെടികൾ നിറച്ചു വച്ചിരിക്കുന്ന സ്ഫടികപാത്രത്തിൽ വാൽമാക്രികളെ വളർത്തി തന്റെ വിരലുകൾ കൊണ്ട് അവയെ സ്പർശിച്ച് അവയുടെ ചലനങ്ങളെ അടുത്തറിഞ്ഞ് അനുഭവിക്കുന്ന ഹെലൻ എത്ര സുന്ദരമായാണ് ആ അനുഭവങ്ങൾ വിവരിക്കുന്നത്. തൊട്ടും മണത്തും പ്രകൃതിയെ അടുത്തറിഞ്ഞവളാണ് ഹെലൻ കെല്ലർ. അടുത്ത ചോദ്യം. അനുഭവങ്ങളിലൂടെ. ഹെലൻ കെല്ലറുടെ അനുഭവങ്ങൾ വായിച്ചല്ലോ. ഒരു കുട്ടിയുടെ അനുഭവം വായിക്കൂ. കാലത്ത് പുതച്ചു മൂടിക്കിടക്കുന്ന എൻ്റെ കാതിൽ മഴയുടെ സംഗീതം. അതിൻ്റെ കുളിർമ ഞാൻ അറിഞ്ഞു. എഴുന്നേൽക്കാൻ മടി തോന്നിയെങ്കിലും ആ സംഗീതം എന്നെ ജനാലക്കരികിലേക്ക് എത്തിച്ചു. മഴയിലേക്ക് ഞാൻ ഓടിയിറങ്ങി. ഒരു മഴത്തുള്ളി എൻ്റെ കയ്യിൽ ഇറ്റു വീണു. അതെൻ്റെ മനസ്സ് നിറച്ചു.
സുധീഷ് കെ എന്ന് പറയുന്ന കുട്ടി എഴുതിയതാണ്. മുട്ടിടുന്ന കുട്ടി സാഹിത്യം എന്നാണ് കഥയുടെ പേര്. പ്രകൃതിയോട് ഇടപഴകുമ്പോൾ നിങ്ങൾക്കും പലതരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഒരനുഭവം എഴുതൂ. ഞാനിവിടെ ഒരു ഉദാഹരണം നൽകുന്നുണ്ട് കേട്ടോ. ഞാൻ നട്ട പാവൽ വിത്ത് മുളച്ച് ആദ്യ നാമ്പ് വരുന്നതും നോക്കിയുള്ള ആ കാത്തിരിപ്പ് എത്ര രസകരമായിരുന്നെന്നോ. ഓരോ ദിവസത്തെയും പ്രതീക്ഷകൾക്കൊടുവിൽ വിത്തിന്റെ പരുവരുത്ത പ്രതലത്തിന്റെ ഉള്ളിൽ നിന്നും മണ്ണിന്റെ പുതപ്പ് വകഞ്ഞു മാറ്റി അതാ എന്റെ പാവൽ നാമ്പുകൾ തന്റെ പച്ച ചെറുവിരൽ വിടർത്തി പതിയെ പതിയെ അത് എന്നിലേക്ക് ഉയർന്നു വന്നു. പച്ച ഇലക്കുഞ്ഞുങ്ങൾ പതിയെ മിഴി തുറന്നു. ഓരോ ദിവസവും തന്റെ വള്ളിപ്പടർപ്പുകൾ നീട്ടി പാവൽ തൈ എന്നെ ആശ്ലേഷിച്ചു. പിന്നീട് ഒരു ദിവസം സുന്ദരമായൊരു മഞ്ഞപ്പൂവിൻ പുഞ്ചിരി കൊണ്ട് എന്നെ സ്നേഹിച്ചു. ഇനി കാത്തിരിപ്പാണ് സുന്ദരനായ ഒരു പാവൽ കുഞ്ഞിനു വേണ്ടി. അടുത്ത ചോദ്യം, ചേരുമ്പോഴും പിരിയുമ്പോഴും. വിത്തിറക്കാൻ എന്ന ഒറ്റ വാക്ക് വിത്ത്, ഇറക്കാൻ എന്നീ വാക്കുകൾ ചേർന്നതാണ്. കൂട്ടി, ഇണക്കിയ എന്നീ പദങ്ങൾ ചേർന്നാണ് കൂട്ടി ഇണക്കിയ എന്ന വാക്ക് രൂപപ്പെട്ടത്. ലില്ലിച്ചെടി എന്ന വാക്ക് ഏതെല്ലാം വാക്കുകൾ കൂടിച്ചേർന്നുണ്ടായതാണ്? നമുക്കറിയാം, ലില്ലി, ചെടി എന്നീ 2 പദങ്ങൾ കൂടിച്ചേർന്നതാണ്. ഇതേ രീതിയിലുള്ള ഒറ്റപ്പദങ്ങൾ പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്തി വാക്കുകളായി വേർതിരിച്ചെഴുതൂ. വിത്തിറക്കാൻ സമം വിത്ത് പ്ലസ് ഇറക്കാൻ. കൂട്ടി ഇണക്കിയ സമം കൂട്ടി അധികം ഇണക്കിയ. ലില്ലിച്ചെടി സമം ലില്ലി അധികം ഇണക്കിയ. കൊച്ചനിയത്തി സമം കൊച്ച് പ്ലസ് അനിയത്തി. മരച്ചുവട് മരം പ്ലസ് ചുവട്. മുഖമമർത്തി സമം മുഖം പ്ലസ് അമർത്തി. തകർന്നടിഞ്ഞ സമം തകർന്ന് പ്ലസ് അടിഞ്ഞ. ഭൂമിശാസ്ത്രം സമം ഭൂമി പ്ലസ് ശാസ്ത്രം. വിരലുകൾക്കിടയിലൂടെ സമം വിരലുകൾക്ക് പ്ലസ് ഇടയിലൂടെ. ഇനിയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, മക്കൾക്ക് വായിച്ച് കണ്ടെത്തി എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കൂ. കുട്ടിയുടെ ലോകം. ചിത്രം നോക്കൂ. മനോഹരമായൊരു ചിത്രം അവിടെ തന്നിട്ടുണ്ടല്ലേ. കുട്ടികൾ കളിക്കുന്നത്, പ്രകൃതിയെ ആസ്വദിച്ചറിയുന്നത്, പിന്നെ അതുപോലെ ഒരു കുട്ടി പക്ഷിയുടെ മേലെ പറക്കുന്നത്, പട്ടത്തിൽ പറക്കുന്നത്, പിന്നെയോ ഒരുപാടുണ്ട്. മരത്തിൽ കയറിയിരിക്കുന്നത്, മരച്ചുവട്ടിലിരിക്കുന്നത്, ഒരുമിച്ച് കളിക്കുന്നത്, ആടിന് പുല്ല് കൊടുക്കുന്നത്, അങ്ങനെ മീനിന്റെ പുറത്തിരുന്ന് സഞ്ചരിക്കുന്നത്, അങ്ങനെ ഒത്തിരി ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ പലതരം ചിന്തകളും വികാരങ്ങളും എല്ലാം സൃഷ്ടിക്കുന്നുണ്ടാകും. നിങ്ങളുടെ ചിന്തകളെ ഒരു രചനയിലൂടെ ആവിഷ്കരിക്കാമോ? കഥയോ കവിതയോ ആകാം. രചന ക്ലാസ്സിൽ വായിച്ച് ചർച്ചയിലൂടെ മെച്ചപ്പെടുത്തി ഒരു രചനാ സമാഹാരം തയ്യാറാക്കണം. സമാഹാരത്തിന് യോജിച്ച പേര് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം. ചിത്രങ്ങൾ വരച്ചു ചേർത്ത് നിങ്ങളുടെ രചനകൾ മനോഹരമാക്കാം. നല്ലൊരു പുറംചൊട്ടയും ആകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ സർഗവാസന പോലെ ചിത്രങ്ങളാവാം, കവിതയാവാം, കഥയാവാം, അല്ലെങ്കിൽ വായനാക്കുറിപ്പാവാം, എന്തുമാവാം. ഞാൻ ഒരെണ്ണം ഇവിടെ തരുന്നുണ്ട്. ഉദാഹരണത്തിന് നോക്കൂ. ചെറുതല്ല, ചെറിയൊരു വലിയ ലോകമാണ്. നിറയെ നിറമുള്ള ലോകമാണ്. പുസ്തകത്താളിൽ സ്വപ്നങ്ങളും അക്ഷരം നിറയെ പ്രതീക്ഷകളും. കൂടുന്ന കൂട്ടരോടൊന്നിച്ച് കൈകോർത്ത് സ്നേഹം പുലരുന്ന നാളേക്കായി ഞങ്ങൾ നനച്ചു വളർത്തുന്നു ഭൂമിക്ക് കരുതലായി തൈമരങ്ങൾ. ഇനി ഞങ്ങൾ പുലർത്താം നല്ല കാലം. ഇതിലെ അവസാനത്തെ ചോദ്യം, വായനാനുഭവങ്ങൾ. കുട്ടികളുടെ ലോകം ആവിഷ്കരിക്കുന്ന ധാരാളം സാഹിത്യകൃതികളുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള വായനശാല സന്ദർശിച്ച് പുസ്തകങ്ങൾ തെരഞ്ഞെടുത്ത് വായിക്കുക. വായനാനുഭവം ക്ലാസ്സിൽ അവതരിപ്പിക്കുക. വായനാനുഭവം എഴുതേണ്ട ഒരു ഫോർമാറ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നോക്കൂ. പുസ്തകത്തിന്റെ പേര് മുതിര വർത്തമാനം. രചയിതാവ് കെ തങ്കമ്മ. വായിക്കാൻ എടുത്ത സമയം 3 ദിവസം. വായിച്ച സ്ഥലം സ്കൂൾ വായനശാല. ഞാൻ വായിച്ച സാഹിത്യ കൃതികളിൽ ഒന്നാണ് കെ തങ്കമ്മ എഴുതിയ മുതിര വർത്തമാനം. ഇതൊരു ബാലസാഹിത്യ കൃതിയാണ്. കഥയുടെ പ്രധാന കഥാപാത്രം ഒരു കുട്ടിയാണ്. കുട്ടിയുടെ കുശാഗ്ര ബുദ്ധിയും വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയും എനിക്കിഷ്ടപ്പെട്ടു. കഥയിൽ ഒരു പച്ചമുട്ട അഥവാ മുതിരയുള്ള സന്ദേശം കുട്ടി മുഴുവൻ ഗ്രാമത്തിലും എങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് രസകരമായി പറയപ്പെടുന്നു. ഈ കഥ വായിക്കുമ്പോൾ ഞാൻ വളരെയേറെ സന്തോഷിച്ചു. കുറേ സ്ഥലങ്ങളിൽ ഞാൻ ചിരിക്കുകയും ചിലയിടങ്ങളിൽ ആശ്ചര്യപ്പെടുകയും ചെയ്തു. കഥയുടെ അവസാനം ചെറിയ കാര്യങ്ങൾ പോലും വലിയൊരു പ്രഭാവം സൃഷ്ടിക്കാം എന്ന നല്ലൊരു ബോധം നൽകുന്നു. ഈ കഥ എൻ്റെ വായനാനുഭവം വളരെ മനോഹരമാക്കി. ഇനിയും കൂടുതൽ ബാലസാഹിത്യ പുസ്തകങ്ങൾ വായിക്കണം എന്ന ആഗ്രഹം തോന്നിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ആദ്യ പാഠങ്ങൾ എന്നുള്ള പാഠത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗവും അതുപോലെ അതിൽ ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്